ലോകത്തെല്ലായിടത്തും പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഇടയിൽ ബജറ്റ് ടൂറിസത്തിൻ്റെ ഒരു കാലഘട്ടമാണിത്. പോക്കറ്റ് അധികം കാലിയാകാതെ എങ്ങനെ നല്ല അടിച്ചു പൊളിച്ച് യാത്ര ചെയ്യാമെന്നതിനെക്കുറിച്ച് ഒരുപാട് വഴികൾ ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഈ ഞാനും. ഇന്നൊരു അത്യാവശ്യ കാര്യത്തിന് എറണാകുളം വരെ വന്നാണ്. കയ്യിലാണെങ്കിൽ ബഡ്ജറ്റ് കുറവും. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ ആവശ്യത്തിന് സമയമുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചാൽ പറഞ്ഞു, അങ്ങനെയെങ്കിൽ മച്ചാൻ നേരെ ഫോർട്ട് കൊച്ചിക്ക് വിട്ടോളാൻ. ഫോർട്ട് കൊച്ചിക്ക് ബസ്സിൽ പോണോ ബോട്ടിൽ പോണോ എന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ കഷ് തന്നെ പറഞ്ഞു, നേരെ എറണാകുളം ജെട്ടിയുടെ അടുത്തോട്ട് വിട്ടു. അവിടുന്ന് വെറും 6 രൂപ മാത്രം കൊടുത്താൽ മതി, നിനക്ക് നേരെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോയിട്ട് അടിച്ച് പൊളിച്ച് കറങ്ങി അടിച്ച് നടന്നിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാമെന്ന്. അപ്പോൾ എങ്ങനെയാ, നമുക്ക് എല്ലാവർക്കും കൂടി ആ യാത്ര അങ്ങ് പോയാലോ? ബോട്ട് യാത്ര എന്നത് പ്രായഭേദമന്യേ എല്ലാവരും ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. തുറമുഖത്ത് ധാരാളം കപ്പലുകളൊക്കെ നങ്കൂരമിട്ട് കിടപ്പുണ്ട് കേട്ടോ. ഇതിലൊക്കെ കയറാൻ പറ്റുന്നവരുടെ ഭാഗ്യം എന്താ അല്ലേ? എനിക്കും കൊതിയുണ്ട്, പക്ഷേ ഈ ജന്മത്ത് നടക്കുമല്ലോ എന്ന് പോലും അറിയത്തില്ല. മറൈൻ ഡ്രൈവ് ഭാഗത്തോട്ട് നടന്നു പോയാൽ അവിടുന്ന് കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്ന പുതിയ സർവീസ് ഉണ്ടെന്നാണ് കേട്ടത്. അത്രയും ദൂരം എന്തായാലും നടന്നു പോകാനും അതിനനുസരിച്ചുള്ള ബഡ്ജറ്റും എൻ്റെ കയ്യിൽ ഇല്ലാത്തതിനാൽ അതിനെന്തായാലും ഞാൻ ശ്രമിച്ചിരുന്നില്ല. ഓരോ ദിവസവും ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും എല്ലാം കാണുവാനായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം സഞ്ചാരികളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത് വില്ലിംഗ്ടൺ ഐലൻഡിലോട്ടുള്ള യാത്രക്കാരാണ് കേട്ടോ ഇപ്പോൾ ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങുകയും കയറുകയും എല്ലാം ചെയ്യുന്നത് കേട്ടോ. ഒരു മാൻമെയ്ഡ് ഐലൻഡാണ് കേട്ടോ ഈ വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്നത്. കൊച്ചി കായലിൻ്റെ ആഴം കൂട്ടിയപ്പോൾ എടുത്തപ്പോൾ കിട്ടിയ മണ്ണും ചെളിയെല്ലാം കൂടി കൂട്ടിയിട്ട് നിർമ്മിച്ച ഒരു ദ്വീപാണ് കേട്ടോ വില്ലിംഗ്ടൺ ഐലൻഡ്. ഓളം തല്ലുന്ന കായൽപ്പരപ്പിലൂടെ നമ്മുടെ ബോട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്ര പൊളിയല്ലേ പുറത്തെ കാഴ്ചകളൊക്കെ. നമുക്കൊരു പരിചയമില്ലാത്ത ധാരാളം ആളുകളുടെ കൂടെ ഇതുപോലെ ഒരു ബോട്ടിലൊക്കെ കയറിയിരുന്ന് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും സന്തോഷവും ഉണ്ടല്ലോ, അതൊന്നൊന്നര ഒരു പൊളി വൈബ് ഫീൽ തന്നെയാണ്. അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെത്താൻ യാത്ര ചെയ്ത് നോക്കണം. കണ്ടോ അകലെ ആ കപ്പലൊക്കെ കിടക്കുന്നത് കണ്ടോ? നോക്കിക്കേ അങ്ങോട്ടേക്ക്, എത്ര പൊളിയല്ലേ. കാലത്ത് 4:40 മുതൽ രാത്രി 10 മണി വരെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ബോട്ട് സർവീസ് ഉണ്ടെന്നാണ് ബോട്ടിലിരുന്ന ഒരു ജീവനക്കാരൻ ചേട്ടൻ എന്നോട് പറഞ്ഞത്. കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പറയാറില്ലേ, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനയെ കാണാം, പുലിയെ കാണാം, കടുവയെ കാണാം, സിംഹത്തിനെ കാണാം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഫോർട്ട് കൊച്ചി യാത്രയിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുകൂടി ധാരാളം വലിയ കപ്പലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നിസ്സാരം വെറും 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബോട്ട് ഇതാ ഫോർട്ട് കൊച്ചി ജെട്ടിയിലോട്ട് എത്തി കേട്ടോ. ധാരാളം ആളുകൾ ഇറങ്ങുവാനൊക്കെ ഉണ്ട്. ഞാൻ ആ പുറകുവശത്തുകൂടി അങ്ങോട്ട് ചാടി ഇറങ്ങി കേട്ടോ. മുൻപിൽ നല്ല തിരക്കായിരുന്നേ. ഇവിടെ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വേണേൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഓട്ടോയൊക്കെ ഉണ്ട്. പക്ഷെ ഓട്ടോയ്ക്ക് പോകുന്നതിന് ഒരു ത്രില്ലില്ല. ശരിക്കും നടക്കാവുന്ന ദൂരമുള്ളൂ. നടന്ന് തന്നെയാണ് കേട്ടോ ഫോർട്ട് കൊച്ചി കാണുന്നത്. അതിൻ്റെ ആ ഫീലൊന്നും വേറെ തന്നെയാണ്. വഴിയിലൂടെ നടന്നു പോകുന്ന സായിപ്പ് ചേട്ടന്മാരെയും അതാമ്മ ചേച്ചിമാരെയും എല്ലാവരെയും കണ്ടുകൊണ്ട് നമുക്കങ്ങ് പോകാന്നേ. അങ്ങനെ മച്ചാന്മാരെ നമ്മളിതാ ഫോർട്ട് കൊച്ചിയിലോട്ട് പോവുകയാണ്. ധാരാളം ആളുകളുണ്ട് കേട്ടോ ഫോർട്ട് കൊച്ചി കാണാൻ പോകാനായിട്ട്. നോക്കിക്കേ, ആളുകളുടെ തിരക്കാണ് ഇവിടെ. എന്തുമാത്രം ആളുകളാണ് അവിടുന്ന് ഇങ്ങോട്ട് വരികയും അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. നമുക്കിങ്ങനെ ഈ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് അങ്ങ് പോകാന്നേ. തദ്ദേശീയരും വിദേശികളുമായിട്ടുള്ള ധാരാളം സഞ്ചാരികളാണ് എല്ലാ ദിവസവും ഫോർട്ട് കൊച്ചിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ഫോർട്ട് കൊച്ചിയുടെ പൗരാണികതയും ആ പഴമയും എല്ലാം അതുപോലെ തന്നെയാണ് സർക്കാർ സംരക്ഷിച്ചു പോരുന്നത്. ഇവിടെ വന്ന് നമുക്ക് ചുമ്മാ വന്ന് ഭയങ്കര അടിപൊളി വലിയ കെട്ടിടങ്ങളൊന്നും പണിയാൻ പറ്റത്തില്ല. ഫോർട്ട് കൊച്ചിയുടെ സംരക്ഷണത്തിനായി ഒരു പ്രത്യേക തദ്ദേശീയ നിയമം തന്നെ നിലവിലുണ്ട്. എത്ര അടിപൊളിയാണല്ലേ ആ നടപ്പാത കാണാൻ. അതിലോടിക്കയറി നമുക്ക് അങ്ങ് നടന്നാലോ. കടലിൽ നിന്നും വീശി വരുന്ന തണുത്ത കാറ്റൊക്കെ ഏറ്റുകൊണ്ട് ഒരു ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ തീരത്തോടെ മുന്നോട്ട് നടന്നു പോകുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, എന്തൊരു ഫീലായിരിക്കും അല്ലേ. ഞാൻ വന്നിരിക്കുന്ന ഒരു വൈകുന്നേര സമയമാണ് കേട്ടോ. വൈകുന്നേര സമയമാണ് ബീച്ച് സൈഡിലൊക്കെ പോകാൻ പറ്റിയ സമയം എന്ന് എനിക്ക് തോന്നുന്നു. നടന്ന് മടുത്ത് കഴിയുമ്പോൾ നമുക്ക് വിശ്രമിക്കാനുള്ള കൊച്ചു കൊച്ചു ഇരിപ്പിടങ്ങളും കൽപ്പടവുകളും എല്ലാം ഉണ്ട് കേട്ടോ. ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാമായിട്ട് നിങ്ങൾ കഷ്ടപ്പെടുകയാണോ? ആ സങ്കടങ്ങളെല്ലാം മറക്കുവാനായിട്ട് ഒരു ദിവസം നേരെ ഇങ്ങോട്ട് പോരെ ഫോർട്ട് കൊച്ചിക്ക്.
ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും അറിയാതെ ഒരു ഫീല് വരും, നമ്മളും ശരിക്കും ഒരു കൊച്ചിക്കാരനാണെന്ന്. ശരിക്കും എൻ്റെ ഉള്ളിൽ ഇപ്പോൾ അങ്ങനെയുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും ഒരു കൊച്ചിക്കാരനായി മാറിയ അതേ ഫീലാണ്. ഈ നടപ്പാത വഴി നമുക്ക് അങ്ങറ്റം വരെ കുറേ ദൂരം നടക്കാനുണ്ട്. ഇതിലെവിടെ വേണേലും നമുക്ക് ഇരിക്കുകയോ നിൽക്കുകയോ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ എന്ത് വേണേലും ചെയ്യാം. ഒരു വല്ലാത്ത വൈബ് പൊളി ഫീല് സ്ഥലമാണ് കേട്ടോ. നോക്കിക്കേ, കടലിലെ തിരമാലയൊക്കെ ഇങ്ങോട്ട് അടിച്ചു വരുന്നത് കണ്ടോ? കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമല്ലേ നമ്മുടെ മനസ്സിൽ. ആ തിരമാല ഇങ്ങോട്ട് തള്ളി വരുന്നു, അതങ്ങ് തിരിച്ചു പോകുന്നു. അപ്പം നമ്മുടെ ഉള്ളിലെ സങ്കടം അങ്ങോട്ട് തിരിച്ചു പോകുന്ന പോലെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ, എന്തൊരു കുളിരായിരിക്കും അല്ലേ മനസ്സിൽ. ശരിക്കും എനിക്ക് ഇവിടുന്ന് തിരിച്ചു പോകുവാനേ തോന്നുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, തിരിച്ചു പോയിട്ടല്ലേ പറ്റത്തുള്ളൂ. എന്താല്ലേ, പറ്റുമെങ്കിൽ എന്നെങ്കിലും നിങ്ങളെല്ലാവരും നേരിട്ട് ഇവിടെ ഒന്ന് വരണം കേട്ടോ. ഇന്നത്തെ എൻ്റെ വ്ളോഗ് വളരെ ചെറിയൊരു വ്ളോഗാണ്. ഏകദേശം ഞാൻ ഇവിടെ വെച്ചത് വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. മറ്റൊരു യാത്രയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.